ചിത്രം സൂചിപ്പിക്കുന്നത് ട്രാഫിക് എഡ്യൂക്കേഷൻ മോട്ടോർ വാഹന നിയമത്തിൽ പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ചോദ്യങ്ങൾ ഒട്ടനവധിയാണ്. അതിന് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യപേപ്പർ 2014 LDV എക്സാമിന് ചോദിച്ച 50 ട്രേഡിലെ ചോദ്യമാണ്. അപ്പോൾ ചോദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ ഉള്ളത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്, റിപ്പീറ്റ് എല്ലാം കുറവാണ്. അപ്പോൾ ഈ ചോദ്യം ഒന്ന് വ്യക്തമായി ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ഏകദേശം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ലഭിക്കും. നമ്മൾ ഓരോ ചോദ്യവും നോക്കാം. ആദ്യ ചോദ്യം, നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലാത്ത എല്ലാ പെഡസ്ട്രിയൽ ക്രോസിങ്ങിലും വഴിയുടെ അവകാശം ആർക്കാണ്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പെഡസ്ട്രിയൽ ക്രോസിങ്ങിൽ എപ്പോഴും ആർക്കാണ് അവകാശം? എപ്പോഴും കാൽനട യാത്രക്കാർക്കാണ്. അപ്പോൾ അതിവിടെ നിന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, കാവൽക്കാരനില്ലാത്ത റെയിൽവേ ക്രോസിങ്ങിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്താണ്? ഓപ്ഷൻ ബി, നിർത്തി ഇറങ്ങി വന്ന് നോക്കണം. അപ്പോൾ PSCയുടെ സ്ഥിരം ചോദ്യം ഒന്നാണ്. അതായത് കാവൽക്കാരനില്ലാത്ത റെയിൽവേ ക്രോസിങ്ങിൽ നമ്മൾ ഒരു വാഹനം എത്തിയാൽ എന്ത് ചെയ്യണം? വാഹനം നിർത്തി അതിൽ നിന്നും ഇറങ്ങി ട്രെയിനൊന്നും വരുന്നില്ല എന്നും ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ക്രോസ് ചെയ്യാവൂ. അടുത്ത ചോദ്യം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുന്നത് നിയമപരമായി അനുവദീയമാണോ? അതായത് സ്കൂൾ ബസ്സിലൊക്കെ നിന്ന് യാത്ര ചെയ്യാൻ അനുവദീയമാണോ? ഓപ്ഷൻ എ അല്ല. ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കുന്ന ഡ്രൈവർ എതിരെ വരുന്ന വാഹനങ്ങളെ ഏത് വശത്തു കൂടിയാണ് പോകുവാൻ അനുവദിക്കേണ്ടത്? അപ്പോൾ ഇതൊരു ചോദ്യമാണോ ചോദിച്ചാൽ അല്ല. സാധാരണ ഇടതുവശത്തു കൂടി അങ്ങോട്ട് പോയാൽ തീർച്ചയായും വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഇന്ത്യൻ റോഡ് നിയമം അനുസരിച്ച് വലതുവശത്തൂടെയാണ് വരേണ്ടത്. അടുത്ത ചോദ്യം, അംഗവൈകല്യമുള്ളവർക്ക് നിയമപരമായി ഓടിക്കുവാൻ അനുവദിക്കുന്ന വാഹനം ഇൻവാലിഡ് കാരേജ്. അപ്പോൾ സ്പെല്ലിംഗ് അൺവാലിഡ് കാരേജ് ഉണ്ട്, ഓർക്കുക, ഇൻവാലിഡ് കാരേജ്. 7500 കിലോഗ്രാം വരെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് GVW ഉള്ള വാഹനങ്ങളെ എന്തു പറയുന്നു? ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. അപ്പോൾ ഓർക്കുക, 7500 കിലോഗ്രാം വരെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. 7500 മുതൽ 12000 കിലോഗ്രാം വരെ മീഡിയം വെഹിക്കിളാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് 12500 മേളിലുള്ളത് ഹെവി വെഹിക്കിളാണ്. അടുത്ത ചോദ്യം, ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി? ഓപ്ഷൻ ഡി, പ്രായപരിധി ഇല്ല. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ നിശ്ചിത പ്രായപരിധിയൊന്നും ഇല്ല. പരിശോധന വേളയിൽ അധികാരികൾ മുമ്പാകെ ലൈസൻസ് കാണിക്കുവാൻ ഡ്രൈവറെ ചുമതലപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 130. അപ്പോൾ ഈ സെക്ഷൻ ഒന്ന് ഓർത്തിരിക്കുക, ഇത് ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. പരിശോധന വേളയിൽ അധികാരികൾ മുമ്പാകെ ലൈസൻസ് കാണിക്കാൻ ഡ്രൈവറെ ചുമതലപ്പെടുത്തുന്നത് സെക്ഷൻ 130 പ്രകാരമാണ്. അപ്പോൾ 130 ലൈസൻസ് എന്ന് ഓർക്കുക. വാഹനപുക മലിനീകരണ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 6 മാസം. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനോ റദ്ദ് ചെയ്തതിനോ മതിയായ കുറ്റം? അപ്പോൾ 4 ഓപ്ഷനും വായിക്കണം. മൊബൈൽ ഫോൺ ഉപയോഗം, ഹെൽമറ്റ് ധരിക്കാത്തത്, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത്, ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാത്തത്. അപ്പോൾ ഇത് 4 കുറ്റമാണെങ്കിലും ഇതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കുറ്റം എന്ന് നോക്കിയാൽ അത് മൊബൈൽ ഫോൺ ഉപയോഗം തന്നെയാണ്. അപ്പോൾ അത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനോ റദ്ദ് ചെയ്യുന്നതിനോ ആയ ഒരു കുറ്റം ആണ്. അടുത്ത ചോദ്യം, റോഡിൽ മുൻഗണന കൊടുക്കേണ്ട വാഹനം? ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ സി, ആംബുലൻസ്. പുതിയ വാഹനം പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്യുമ്പോൾ കാലാവധി എത്ര വർഷം? 15 വർഷം. അപ്പോൾ 15 വർഷം കഴിഞ്ഞതിന് ശേഷം അത് റിന്യൂവൽ ചെയ്യേണ്ടതാണ്.
വാഹനങ്ങൾ ഇൻഷുറൻസ് ചെയ്യാതെ നിരത്തിലിറക്കാൻ പാടില്ലെന്ന് ഏത് വകുപ്പിലാണ് പറയുന്നത്? ഏത് വകുപ്പിലാണ്? സെക്ഷൻ 146. അപ്പോൾ ഇതും ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്, ഒന്ന് കുറിച്ച് വയ്ക്കുക. അതായത് വാഹനങ്ങൾ ഇൻഷുറൻസ് ചെയ്യാതെ നിരത്തിലിറക്കാൻ പാടില്ല എന്ന് പറയുന്നു സെക്ഷൻ 146. സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത് ഏത് നിയമമാണ്? സെക്ഷൻ 138. അപ്പോൾ ഈ അവസാന നമ്പറെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ 8ൻ്റെ പണിയാണെന്ന് ഓർക്കുക. 138. എന്താണ് CMVR? അതും ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളാണ് CMR. അടുത്ത PSCയുടെ സ്ഥിരം ചോദ്യം സെക്ഷൻ 185 പ്രതിപാദിക്കുന്നത് എന്താണ്? മദ്യപാനം. റോഡിന് മധ്യഭാഗത്ത് സമാന്തരമായി കാണുന്ന മഞ്ഞ വരകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മീഡിയൽ. അതായത് റോഡിൻ്റെ നടുക്ക് തുടർച്ചയായും മഞ്ഞ വര എന്ന് സൂചിപ്പിക്കുന്നത് അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യാനോ അതിനെ ക്രോസ് ചെയ്യാനോ പാടില്ല. അതായത് ഒരു മീഡിയൽ ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് എന്നോർക്കുക. പ്രൈവറ്റ് വാഹനങ്ങൾക്ക് QE 31/3/2014 നികുതി ഏത് തീയതിക്ക് മുൻപേ പിഴ കൂടാതെ അടയ്ക്കാം? അപ്പോൾ ഇത് 31/3/2014 15 ദിവസം കൂടെ സമയമുണ്ട്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ബി 15/4/2014. അതായത് 15 ദിവസത്തിനകം സമയം കൊടുക്കുന്നുണ്ട്, അതിനകത്ത് അടച്ചാൽ മതി. അടുത്ത ചോദ്യം, ചിത്രം സൂചിപ്പിക്കുന്നത് 50 റൗണ്ട് ഇട്ടിട്ടുണ്ട്. എന്താണ്? വാഹനത്തിൻ്റെ വേഗത പരിധി. ഈ റൗണ്ട് ചിഹ്നം എന്താണ്? മാൻഡേറ്ററി ആണ്, നിർബന്ധമായും പാലിക്കേണ്ടത്. അവിടെ 50 കിലോമീറ്റർ അപ്പുറം സ്പീഡിൽ യാത്ര ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത ചോദ്യം, ഈ ചിത്രം സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻ ബി നിർബന്ധമായും ഇടത് ചേർന്ന് പോകണം. അപ്പോൾ ഇടത്തോട്ടാണ് ആരോ കാണിച്ചിരിക്കുന്നത്, അപ്പോൾ നിർബന്ധമായും ഇടത് ചേർന്ന് പോകണം. ട്രാഫിക് എഡ്യൂക്കേഷൻ മോട്ടോർ വാഹന നിയമത്തിൽ പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി CMVR 31. അപ്പോൾ CMVR 31 എന്താണ്? CMVR നേരത്തെ പറഞ്ഞു, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളാണ്. അതിൽ 31 പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഓർത്തിരിക്കും? എഡ്യൂക്കേഷൻ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ്, പഠിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അവസാന മാസത്തിലെ അവസാന നാളുകളിലാണ്. അതായത് ഒരു മാസത്തിൽ ഏറ്റവും ലാസ്റ്റുള്ള നമ്പർ ഏതാണ്? 30 ഉണ്ട്, 31 ഉണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റുള്ളതെന്ന് ഓർക്കുക 31. അങ്ങനെ അങ്ങ് ഓർക്കുക. അപ്പോൾ ട്രാഫിക് എഡ്യൂക്കേഷൻ മോട്ടോർ വാഹന നിയമത്തിൽ CMR 31 പറയുന്നേ. അടുത്ത ചോദ്യം, AMC എന്നാൽ എന്ത്? AMCയുടെ ഫുൾ ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്, പഠിക്കുക. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. വാഹനത്തിൻ്റെ ടയറുമായി ബന്ധപ്പെട്ടത് എന്താണ്? പ്ലേ റേറ്റിംഗ്. അപ്പോൾ വാഹനത്തിൻ്റെ ടയറുമായി ബന്ധപ്പെട്ടതാണ് പ്ലേ റേറ്റിംഗ്. 6 എന്ന ലെറ്റർ അതിൻ്റെ ടയറിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ഈ പ്ലേ റേറ്റിംഗ് എന്ന് പറയുന്നത്. വാഹന പുകയിലെ പ്രധാന മലിനീകരണം HC ആണ്. എന്താണ് HC? ഹൈഡ്രോ കാർബൺസ്. മലിനീകരണത്തിലെ പ്രധാന ഘടകം HC, ഹൈഡ്രോ കാർബൺസ്. SAE എന്നാൽ എന്ത്? സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. അപ്പോൾ SAE ഗ്രേഡാണ്, ഓയിലിൻ്റെ ഗ്രേഡൊക്കെയാണ്. അപ്പോൾ സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. എൻജിൻ സിലിണ്ടറിലെ TDC മുതൽ BDC വരെയുള്ള നീളത്തെ പറയുന്ന പേരാണ് സ്ട്രോക്ക്. അതായത് എൻജിനുണ്ട്, അപ്പോൾ മുകളിലത്തെ ഭാഗത്ത് വാൾവ് അതെല്ലാം ഉണ്ട്. അപ്പോൾ പിസ്റ്റൺ അവിടെ പോയി താഴെ വരുന്ന ഇതാണ് TDC ടോപ്പ് ഡെഡ് സെൻറ്റർ, BDC ബോട്ടം ഡെഡ് സെൻറ്റർ. അപ്പോൾ ഇതിനകത്തൂടെയാണ് പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നത്. ആ ദൂരത്തിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ARAIയുടെ ആസ്ഥാനം എവിടെയാണ്? ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം പൂനെ. ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യം. അപ്പോൾ ARAI എന്താണ്? ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. 1966 സ്ഥാപിച്ചത്. ആസ്ഥാനം പൂനെ. അപകടം സംഭവിച്ചാൽ ഡ്രൈവറുടെ ഉത്തരവാദിത്തം ഏത് വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്? വകുപ്പ്
134 അപ്പോൾ ഇതെങ്ങനെ ഓർത്തിരിക്കും? ഈ 143 എന്ന് നമ്മൾ പറയുമല്ലോ, അതിനൊന്ന് തിരിച്ചൊന്ന് ഓർത്തിരുന്നാൽ മതി. അതാണ് അപകടം എന്ന് ഓർക്കുക. അപ്പോൾ 143 അപകടമാണ്, ഇതും അപകടമാണ് എന്ന് ഓർത്ത് അത് പഠിക്കുക. ഡീസലിൻ്റെ ഇപ്പോഴത്തെ വില അത് പറയേണ്ട കാര്യം ഇല്ല. അപകടത്തിൽ പരിക്ക് പറ്റിയ ആളെ സംബന്ധിച്ചിടത്തോളം അപകടം നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ മണിക്കൂറിന് പറയുന്ന പേരാണ് ഗോൾഡൻ അവർ. റോഡ് സുരക്ഷയ്ക്കായി 2007 നിലവിൽ വന്ന കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാൻ ഗതാഗത മന്ത്രി. വാഹനം ഓടുവാനുള്ള ശക്തി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? എൻജിൻ. അപ്പോൾ എൻജിൻ ഈസ് എ പവർ പ്രൊഡ്യൂസിങ് യൂണിറ്റ്. ഇറ്റ് കൺവേർട്ടഡ് ഇൻ ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻജിൻ്റെ വാഹനം ഓടുവാനുള്ള ശക്തി ഉൽപ്പാദിപ്പിക്കുന്നു എൻജിൻ. ഡീസലിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കുന്നത് സീറ്റെയിൻ. അപ്പോൾ ആ ടോണിൽ പഠിക്കുക, ഡീസൽ സീറ്റെയിൻ. ഇനി പെട്രോൾ ആണെങ്കിൽ ഒക്ടെയിൻ. സ്റ്റിയറിങ്ങിൽ ഉപയോഗിക്കുന്ന സിദ്ധാന്തം ആണ് ആക്കർമാൻ സിദ്ധാന്തം. അപ്പോൾ ഇതെല്ലാം മെക്കാനിക്കലിലെ ഒരു മെയിൻ ടോപ്പിക്കാണ്. അപ്പോൾ സ്റ്റിയറിങ്ങിൽ ഉപയോഗിക്കുന്നത് ആക്കർമാൻ മെക്കാനിസം. എൻജിൻ കൂളിംഗ് സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന കൂളൻറ്റിലെ ഘടകം ഓപ്ഷൻ ഡി എഥിലീൻ ഗ്ലൈക്കോൾ. അപ്പോൾ ആദ്യം ചോദ്യം വ്യക്തമായി വായിക്കുക. എൻജിൻ കൂളിംഗ് സിസ്റ്റത്തിൽ ഈ തെർമോസ്റ്റാറ്റ് വാൾവ് വരുന്നുണ്ട്, റേഡിയേറ്റർ വരുന്നുണ്ട്, വാട്ടർ പമ്പ് വരുന്നുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കൂളൻറ്റിലെ പ്രധാന ഘടകമാണ് എഥിലീൻ ഗ്ലൈക്കോൾ. എൻജിൻ്റെ ടോർക്ക് കൂട്ടുവാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സും ആൻസറാണ്. വാഹനത്തിൻ്റെ മുൻചക്രവും പിൻചക്രവും തമ്മിലുള്ള അകലത്തിനെ വീൽ ബേസ് എന്നാണ് പറയുന്നത്. സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. സ്ഥിരം ചോദ്യം, അല്ലെങ്കിൽ H2SO4 എന്ന് കാണിക്കും. AC ഘടിപ്പിച്ച വാഹനങ്ങളിൽ ചൂടിനെ ഒഴിവാക്കുന്ന ദ്രാവകത്തിൻ്റെ പേരാണ് റെഫ്രിജറന്റ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ AC-യുടെ പ്രധാന ഘടകങ്ങൾ ഇതൊക്കെ ആണെങ്കിലും കണ്ടൻസർ, കംപ്രസർ, ബ്ലോവർ ഉണ്ടെങ്കിലും റെഫ്രിജറന്റ് ആണ് AC ഘടിപ്പിച്ച വാഹനങ്ങളിൽ ചൂടിനെ ഒഴിവാക്കുന്ന ദ്രാവകത്തെ പറയുന്നത്. എൻജിൻ്റെ കാര്യക്ഷമത കൂടുവാൻ ഉപയോഗിക്കുന്നത് ടർബോ ചാർജർ. അപ്പോൾ ഇത് എക്സോസ്റ്റുമായിട്ടാണ് ഘടിപ്പിച്ച് അവിടെ നിന്നുള്ള ചൂട് എയറിനെയൊക്കെ വീണ്ടും അത് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എനർജി കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. 6 സിലിണ്ടർ ഇൻലൈൻ എൻജിനിൽ ക്രമീകരിക്കുന്ന പൊതുവായ ഫയറിംഗ് ഓർഡറാണ് ഓപ്ഷൻ എ 153624. അപ്പോൾ ഇതെങ്ങനെ ഓർത്തിരിക്കും? ഒന്നിൽ നിന്നാണ് തുടങ്ങുന്നത്, അതൊക്കെ. പിന്നെ ഉള്ളത് ഒറ്റ സംഖ്യകളല്ല ആദ്യ സ്ട്രെച്ചിൽ എഴുതുക. അതിൽ വലിയ ഒറ്റ സംഖ്യ നടുക്ക് വരും. അടുത്ത് എഴുതേണ്ടത് ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യയുടെ ഏറ്റവും ചെറുത് നടുക്ക് വരും, 2 നടുക്ക് വരും. അപ്പോൾ അങ്ങനെ അതൊന്ന് ഓർക്കുക. ടയർ ക്രോസ് സെക്ഷൻ ഉയരവും വീതിയും തമ്മിലുള്ള അനുപാതത്തെയാണ് ഓപ്ഷൻ ബി ആസ്പെക്ട് റേഷ്യോ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആസ്പെക്ട് റേഷ്യോ? 6 എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും ടയറിൻ്റെ ഉയരവും വീതിയും തമ്മിലുള്ള അനുപാതം. ഒരു വാഹനത്തിൻ്റെ ഓടിയ ദൂരം അളക്കുന്ന ഉപകരണം, ആ ഓടിയ അതിൽ തന്നെ ഉണ്ട് ഓഡോമീറ്റർ. ഓപ്ഷൻ ബി. അപ്പോൾ സ്പീഡോമീറ്റർ തെറ്റിക്കരുത്, ഓഡോമീറ്റർ ആണ് നമ്മൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എൻ്റർ ചെയ്യുന്നത്. ഒരു വാഹനത്തിന് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം പുറകിലെ യാത്രക്കാർ ഇരിക്കുന്ന ഭാഗവുമായി വേർതിരിച്ചിരിക്കുന്ന കാർ ബോഡി സ്റ്റൈലിന് പറയുന്ന പേരാണ് ലിമോസിൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ഒരു വാഹനത്തിൽ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം പുറകിലെ യാത്രക്കാർ ഇരിക്കുന്ന ഭാഗവുമായി വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഉയർത്തിയോ താഴ്ത്തിയോ ഒക്കെ വയ്ക്കാം. അപ്പോൾ അങ്ങനെ അതിനെ പറയുന്ന പേരാണ് ലിമോസിൻ. 2 യാന്ത്രിക ഭാഗങ്ങൾ തമ്മിൽ ഒരു ദിശയിൽ ചലനങ്ങൾ അനുവദിക്കുകയും മറുദിശയിൽ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന യാന്ത്രിക ഘടകം ഓപ്ഷൻ ബി ഫ്രീ വീൽ. ബ്രേക്ക് ചവിട്ടി വാഹനം നിൽക്കുന്നതുവരെ ഓടിയ ദൂരമാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസും ബ്രേക്കിംഗ് ഡിസ്റ്റൻസും മാറിപ്പോകരുത്. എപ്പോഴാണ് വാഹനം ബ്രേക്ക് ചവിട്ടി അതുമുതൽ വാഹനം നിൽക്കുന്നതുവരെ ഓടിയ ദൂരമാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. സാധാരണ കാറുകളിലെ ക്ലച്ചിൻ്റെ ഫ്രീ പെഡൽ പ്ലേ 30 mm. അതായത് നമ്മൾ എപ്പോഴും കാല് ക്ലച്ചിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് എപ്പോഴും ക്ലച്ച് എപ്പോഴും പ്രവർത്തിക്കാൻ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അറിയാണ്ട് തട്ടിയാലും ക്ലച്ച് ആവാണ്ടിരിക്കാൻ ഒരു ഫ്രീ പ്ലേ ഇട്ടിരിക്കും. അത് നമ്മുടെ വാഹനത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് സാധാരണ കാറുകളിൽ 30 mm ആണ്.
എയർ കണ്ടീഷനിങ് ഒരു വാഹനത്തിൽ എന്താണ് നിയന്ത്രിക്കുന്നത്? ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും. അപ്പോൾ ഹ്യൂമിഡിറ്റി എന്താണ്? അതായത് വാട്ടർ കണ്ടൻറ്റ്, അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ കാറിനുള്ളിലെ വാട്ടർ കണ്ടൻ്റാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഓൾറെഡി കുറയ്ക്കാനാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഡീസൽ എഞ്ചിനിലെ കംപ്രഷൻ അനുപാതം തന്നിട്ടുള്ളതിൽ എപ്പോഴും കൂടിയതായിരിക്കും 22:1. എന്നാൽ പെട്രോൾ എഞ്ചിനാണ് ചോദിച്ചെങ്കിൽ 10:1. ലൈറ്റ് മോട്ടോർ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഹൈവേകളിലെ അനുവദീയമായ പരമാവധി വേഗത. ഹൈവേയിൽ ഏത് ഹൈവേ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നാഷണൽ ഹൈവേയിൽ 85 കിലോമീറ്ററാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, അതായത് കാറിനൊക്കെ പറഞ്ഞിട്ടുള്ളത്. നാഷണൽ ഹൈവേയിൽ 85, ഇനി സ്റ്റേറ്റ് ഹൈവേയിലാണെങ്കിൽ 80 km/h. വളവ് തിരിവുകളിൽ, അപ്പോൾ നമുക്കിതിന് പ്രോപ്പറായിട്ട് ആൻസർ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ എ കൊടുക്കാം. കാരണം നാഷണൽ ഹൈവേയിൽ 85 സ്റ്റേറ്റ് ഹൈവേയിൽ 80. വളവുകളിൽ വാഹനങ്ങളുടെ സ്റ്റെബിലിറ്റി നിലനിർത്താനായി റോഡുകളുടെ നിർമ്മാണത്തിൽ വരുത്തിയിരിക്കുന്ന പ്രത്യേകതയ്ക്ക് പറയുന്ന പേരാണ് ബാങ്കിങ് ഓഫ് കർവ്സ്. അപ്പോൾ ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. ഇവിടെ റോഡ് ക്യാമ്പറിംഗ് എന്നുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ വരും, ശ്രദ്ധിക്കുക. വളവുകളിൽ വാഹനങ്ങളുടെ സ്റ്റെബിലിറ്റി നിലനിർത്താനായി റോഡുകളുടെ നിർമ്മാണത്തിൽ വരുത്തിയിരിക്കുന്ന പ്രത്യേകത പറയുന്നു ബാങ്കിങ് ഓഫ് കർവ്സ്. അപ്പോൾ ഇത്രയുമാണ് ഒരു സ്പെഷ്യലായിട്ട് ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ചോദ്യ പേപ്പർ. ഒരു സ്പെഷ്യലായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് ആ നിയമങ്ങൾ അത്രയും സെക്ഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.